accurate news in #1 election channel 24. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കസ്റ്റംസ്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകിയെന്ന കസ്റ്റംസ് ഹൈക്കോടതിയിൽ. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും കോൺസുൽ ജനറലിന്റെ സഹായത്തോടെ ഡോളർ കടത്തിയെന്നും മൊഴി. 3 മന്ത്രിമാർക്കെതിരെയും മൊഴി നൽകിയെന്ന് കസ്റ്റംസ് ഹൈക്കോടതിയിൽ. രഹസ്യമൊഴി കൈമാറണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസിന് ഇഡിയുടെ കത്ത്. മുഖ്യമന്ത്രി രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ്. ബിജെപിയുടെ ഇംഗിതത്തിനനുസരിച്ച് അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന് കെ.ടി. ജലീൽ. 2 ടേം നിബന്ധനയിൽ ഇളവ് വേണമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യം. തോമസ് ഐസക്കും ജി സുധാകരനും മത്സരിക്കണമെന്നാവശ്യം. എതിർപ്പുകൾ അവഗണിച്ച് ഡോക്ടർ പി കെ ജമീലയ്ക്ക് തരൂരിൽ സീറ്റ്. പി ജയരാജനും പി ശ്രീരാമകൃഷ്ണനും എ പ്രദീപ് കുമാറിനും സീറ്റില്ല. എം ബി രാജേഷ് തൃത്താലയിലും KN ബാലഗോപാൽ കൊട്ടാരക്കരയിലും VN വാസവൻ ഏറ്റുമാനൂരിലും മത്സരിച്ചേക്കും. റാന്നി കേരള കോൺഗ്രസിന് വിട്ടു നൽകും. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി സംസ്ഥാന കമ്മിറ്റി തുടരും. മൂവാറ്റുപുഴ സീറ്റ് ജോസഫ് പക്ഷത്തിന് നൽകി വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് നീക്കം. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ ഉൾപ്പെടെ 3 സീറ്റുകൾ പകരം ലഭിക്കും. PJ ജോസഫ് മുന്നോട്ട് വെച്ച ഫോർമുല കോൺഗ്രസ് അംഗീകരിച്ചേക്കും. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥിയെയും നിയമസഭാ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനായി 7-ന് വീണ്ടും യോഗം ചേരുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ K സുരേന്ദ്രനും തുഷാറും നയിക്കണമെന്ന് BJP കേന്ദ്ര നേതൃത്വം. ചർച്ചയ്ക്കായി തുഷാറിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. വർക്കല, കുട്ടനാട്, കൊടുങ്ങല്ലൂർ സീറ്റുകൾ തുഷാറിനായി പരിഗണിക്കുന്നു. K സുരേന്ദ്രൻ കോന്നിയിലെന്ന് സൂചന. സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ കൊല്ലത്ത് BJP കോർ കമ്മിറ്റി. M ശിവശങ്കർക്ക് ജാമ്യത്തിൽ തുടരാമെന്ന് സുപ്രീം കോടതി. സ്വർണ്ണക്കടത്തിൽ M ശിവശങ്കർ അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന EDയുടെ ആവശ്യം 6 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകില്ല. EDയുടെ നോട്ടീസ് അനുസരിക്കാൻ ബാധ്യതയില്ലെന്ന് ധനമന്ത്രി. നിയമപരമായി നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. കിഫ്ബി ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേസെടുക്കാൻ പോലീസ്. SNC ലാവ്ലിനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് കേസിൽ ക്രൈം എഡിറ്റർ TP നന്ദകുമാർ മൊഴി നൽകാൻ ED ഓഫീസിലെത്തി. CPIM നേതാക്കളായ പിണറായി വിജയൻ, ഡോക്ടർ TM തോമസ് ഐസക്, MA ബേബി എന്നിവർ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന പരാതിയിലാണ് നടപടി. EDയുടെ ഇടപെടൽ 15 വർഷത്തിനു ശേഷം. ശബരിമലയിൽ കേരള സർക്കാർ ആക്ടിവിസ്റ്റുകളായ വനിതകളെ പിന്തുണച്ചെന്ന് ഹൈക്കോടതി. സന്നിധാനത്തെത്തിയ ബിന്ദു അമ്മിണി ആക്ടിവിസ്റ്റാണെന്നും ഭക്തയല്ലെന്നും കോടതി. പരാമർശം ബിന്ദു അമ്മിണിക്കെതിരായ മുളക് സ്പ്രേ ആക്രമണത്തിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവ്. മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപതാ മുഖപത്രമായ കത്തോലിക്കാ സഭ. ഇരുമുന്നണികളും വോട്ട് ബാങ്കിനു വേണ്ടി മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് വിമർശനം. മുഖ്യമന്ത്രിയുടേത് മുസ്ലിം പ്രീണന തന്ത്രം. ഹാഗ്യ സോഫിയ പരാമർശത്തിൽ ചാണ്ടി ഉമ്മന് മതേതര കേരളം മാപ്പ് നൽകില്ലെന്നും കത്തോലിക്കാ സഭ മുഖപത്രം. മാന്നാറിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഗുണ്ടാ നേതാവ് അറസ്റ്റിൽ. കോട്ടയം സ്വദേശി ഷംസാണ് അറസ്റ്റിലായത്. സ്വർണ്ണക്കടത്ത് സംഘം യുവതിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് കൈമാറാൻ കൊട്ടേഷൻ നൽകിയത് ഷംസിന്റെ സംഘത്തിന്. സംഘം ഉപയോഗിച്ച ആയുധങ്ങൾ പമ്പയാറ്റിൽ നിന്ന് കണ്ടെത്തി. വയലാറിലെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ കുമ്പളം സ്വദേശികളായ SDPI പ്രവർത്തകനെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. അന്യായമായി കസ്റ്റഡിയിലെടുത്തെന്നാരോപിച്ച് ദേശീയപാത ഉപരോധിച്ച് SDPI. കസ്റ്റഡിയിൽ എടുത്തവരുടെ മൊഴി എടുത്ത് വിട്ടയച്ചെന്ന് DYSP. ബോളിവുഡ് താരങ്ങൾക്കെതിരായ അന്വേഷണം ശക്തമാക്കി ആദായ നികുതി വകുപ്പ്. അനുരാഗ് കശ്യപ്, വികാസ് ബാൽ, തപ്സി പന്നു എന്നിവരുടെ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 350 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് വിശദീകരണം. കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകരിലേക്ക് അന്വേഷണം. അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷം. കോഴിയിറച്ചിക്ക് വൻ വില വർധന. ഇന്നിറച്ചിക്കോഴിക്ക് 190 രൂപ, 230 രൂപ വരെ വില ഉയരാൻ സാധ്യത. വില വർധനയ്ക്ക് കാരണം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോഴിവരവ് കുറഞ്ഞത്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കേരള ബാറ്റി. പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി CPIയിൽ ഭിന്നത. നിലവിലെ MLA മുഹമ്മദ് മുഹസിന് പകരം OK സെയ്തലവിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ഭാഗം. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജിന്റെ സാന്നിധ്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം മണ്ഡലം കമ്മിറ്റി ചേരും. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലെന്ന് മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥ്. കോൺഗ്രസിൽ നിൽക്കാൻ തടസ്സം ഗ്രൂപ്പിസമാണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നാണ് വിശ്വാസമെന്നും AV ഗോപിനാഥ്.
ആലുവയിലെ LDF സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIM പ്രാദേശിക നേതൃത്വത്തിലെ അതൃപ്തി മറനീക്കി പുറത്തുവരുന്നു. മുൻ UDF MLA കെ മുഹമ്മദ് അലിയുടെ മകന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി ഏരിയ കമ്മിറ്റിയിലെ ഒരു ഭാഗം. ശരണ്യയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണം. ഇ ശ്രീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന പരാമർശം തിരുത്തി കെ സുരേന്ദ്രൻ. ഇ ശ്രീധരനെ മുഖ്യമന്ത്രിയായി പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നുവെന്ന പ്രസ്താവന മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരൻ മുന്നിൽ നിന്ന് നയിക്കുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ്. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച മുതിർന്ന നേതാവ് KK വിശ്വനാഥൻ പാർട്ടിയിൽ തിരിച്ചെത്തി. തെറ്റിദ്ധാരണകൾ പരിഹരിച്ചെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കുമെന്നും KK വിശ്വനാഥൻ 24നോട്. AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമില്ലെന്ന് TP പീതാംബരൻ മാസ്റ്റർ. LDFുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി. പാലാ സീറ്റ് ഒഴികെ NCP മത്സരിച്ച എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്നും പാലാ പോയിന്റ് നഷ്ടമാണെന്നും TP പീതാംബരൻ മാസ്റ്റർ. റാന്നി സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കി കേരള കോൺഗ്രസ്. റാന്നിയിൽ സ്വന്തം നിലയിൽ പ്രവർത്തനം ആരംഭിക്കാനും മറ്റു മണ്ഡലങ്ങളിൽ മുന്നണിയോട് ഒപ്പം ചേർന്ന് സജീവമാകാനും പ്രവർത്തകർക്ക് നിർദ്ദേശം. റാന്നിയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ കേരള കോൺഗ്രസ്. ആലപ്പുഴ ജില്ലയിൽ CPIMന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസും. ജില്ലയിലെ സിറ്റിംഗ് MLAമാരായ രമേശ് ചെന്നിത്തലയോടും ഷാനിമോൾ ഉസ്മാനോടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ നേതൃത്വം നിർദ്ദേശം നൽകിയെന്ന് സൂചന. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ ജില്ലാ നേതൃത്വം KPCCക്ക് കൈമാറി. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 16,838 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 113 മരണം. 13,819 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1,57,548. രാജ്യത്തെ കോവിഡ് കേസുകളുടെ 84% മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് കേന്ദ്ര സർക്കാർ. ഹൈദരാബാദിൽ ജനസംഖ്യയുടെ 54% പേരിലും കോവിഡിനെതിരെ ആന്റിബോഡി ഉണ്ടെന്ന് പഠനങ്ങൾ. പഠനം നടത്തിയത് CSIR-ഉം ICMR-ഉം സംയുക്തമായി. ഗവേഷണങ്ങൾക്കായി ശേഖരിച്ചത് 9,000 സാമ്പിളുകൾ. മഹാരാഷ്ട്രയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾക്കും പബ്ബുകൾക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി അസ്ലാം ഷെയ്ഖ്. മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ കൃത്യമായി പരിശോധന നടത്തുമെന്നും മന്ത്രി. രാജ്യത്ത് ഇന്ധനവില ഉയരുന്നത് വീണ്ടും തുടരും. OPEC രാജ്യങ്ങളും മറ്റ് എണ്ണ ഉൽപാദന രാജ്യങ്ങളും എണ്ണ ഉൽപാദനത്തിൽ വരുത്തിയ കുറവ് ഏപ്രിൽ വരെ തുടരാൻ തീരുമാനം. അന്താരാഷ്ട്ര വിപണിയിൽ വരും ദിവസങ്ങളിൽ ഇന്ധന ദൗർലഭ്യം രൂക്ഷമാകുമെന്നും എണ്ണ കമ്പനികളുടെ വിലയിരുത്തൽ. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. കേസിലാകെ 33 പ്രതികൾ. 200ഓളം സാക്ഷികളുടെ മൊഴിയും കുറ്റപത്രത്തിനൊപ്പം. കുറ്റപത്രം സമർപ്പിച്ചത് മുംബൈ NDPS കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് കോൺഗ്രസ് നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ. എല്ലാ ഇന്ത്യക്കാർക്കും സൗജന്യ നിരക്കിൽ കോവിഡ് വാക്സിൻ നൽകണമെന്ന കത്തിൽ ആവശ്യം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി. തൃണമൂൽ കോൺഗ്രസ് 291 സീറ്റുകളിൽ മത്സരിക്കും. 3 സീറ്റുകളിൽ ഗൂർഖ ജനമുക്തി മോർച്ച ജനവിധി തേടും. മുഖ്യമന്ത്രി മമതാ ബാനർജി നന്ദിഗ്രാമിൽ മത്സരിക്കും. ഭവാനിപൂർ മണ്ഡലത്തിൽ ശോഭൻദേവ് ചതോപാധ്യായ സ്ഥാനാർത്ഥിയാകും. വിലക്കയറ്റത്തിനെതിരെ ക്യാമ്പയിൻ ആരംഭിച്ച് കോൺഗ്രസ്. പണപ്പെരുപ്പത്തിന്റെ ചതുപ്പിലേക്ക് കേന്ദ്ര സർക്കാർ ജനങ്ങളെ തള്ളിവിടുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നികുതി പിരിക്കുന്നതിൽ മാത്രമാണ് സർക്കാരിന്റെ ശ്രദ്ധ. വിലക്കയറ്റത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി ശബ്ദിക്കണമെന്നും രാഹുൽ. OTT പ്ലാറ്റ്ഫോമുകളുടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ അല്ല, നിയമമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടതെന്ന് സുപ്രീം കോടതി. ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ ശക്തമല്ലെന്ന് കോടതി. കോടതി നിരീക്ഷണം താണ്ഡവ് വെബ് സീരീസുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ ആമസോൺ പ്രൈം വാണിജ്യ വിഭാഗം മേധാവി അപർണ പുരോഹിതിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകി സുപ്രീം കോടതി. നന്ദിഗ്രാമിൽ മമതാ ബാനർജിക്കെതിരെ മത്സരിക്കാൻ താൽപര്യമറിയിച്ച് BJP നേതാവ് സുവേന്ദു അധികാരി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കളെ മത്സരിക്കാനുള്ള താൽപര്യം അറിയിച്ചുവെന്ന് വിവരം. അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്ന് മമത. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. പൂനെയിലെ ദീനാനാഥ് മങ്കേഷ്കർ ആശുപത്രിയിൽ വെച്ചാണ് മന്ത്രി വാക്സിൻ സ്വീകരിച്ചത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സക്കരോവ. അതിർത്തി വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ധാരണയെ സ്വാഗതം ചെയ്യുന്നുവെന്നും റഷ്യൻ വിദേശകാര്യ വക്താവ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് കോവിഡ് പശ്ചാത്തലത്തിലെ തിരക്ക് കുറയ്ക്കാനെന്ന വിശദീകരണവുമായി റെയിൽവേ. ടിക്കറ്റ് നിരക്ക് ഉയർത്തിയത് 10 രൂപയിൽ നിന്ന് 30 രൂപയിലേക്ക്. ഫെബ്രുവരി മാസത്തിൽ ഹ്രസ്വദൂര യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചെന്ന് റെയിൽവേ.
ഇന്ന് നടത്താനിരുന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം റദ്ദാക്കി. യോഗം വിളിച്ചു ചേർത്തത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യുന്നതിന്. കർണാടകയിൽ മന്ത്രി രമേശ് ജർക്കിഹോളിയുടെ രാജിക്ക് വഴിവെച്ച അശ്ലീല വീഡിയോയിലെ യുവതിക്കായി തെരച്ചിൽ വ്യാപിപ്പിച്ച് പോലീസ്. യൂട്യൂബിൽ അശ്ലീല വീഡിയോ അപ്ലോഡ് ചെയ്തത് റഷ്യൻ IT വിലാസത്തിൽ നിന്നാണെന്ന് കണ്ടെത്തൽ. രാഷ്ട്രീയ ശത്രുക്കൾ ആസൂത്രണം ചെയ്ത ഹണി ട്രാപ്പ് ആണെന്ന വാദവും ശക്തം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ ആന്ധ്രാപ്രദേശിൽ ഇന്ന് ബന്ദ്. ബന്ദിനെ പിന്തുണച്ച് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഉച്ചയ്ക്ക് 1 മണി വരെ സർക്കാർ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഉത്തർപ്രദേശിലെ ബറേലിയിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പ്രതിയുടെയും കുടുംബത്തിന്റെയും ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ. കേസ് ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ പെൺകുട്ടിയെ കള്ളക്കേസിൽ കുടുക്കുമെന്ന് പ്രതിയുടെ കുടുംബം ഭീഷണിപ്പെടുത്തിയിരുന്നു. അസമിൽ നിന്നുള്ള ചുവന്ന അരി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യും. ബ്രഹ്മപുത്ര നദീതീരത്താണ് വധോവൻ വിഭാഗത്തിൽപ്പെടുന്ന അരി കൃഷി ചെയ്യുന്നത്. കയറ്റുമതിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് APEDA ചെയർമാൻ ഡോക്ടർ M. അങ്കമുത്തു. ഗോവയിൽ 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. +2 പരീക്ഷകൾ ആരംഭിക്കുക ഏപ്രിൽ 24 മുതൽ. ജമ്മു കശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. കുപ്വാരയിൽ പോലീസ് വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിയുകയായിരുന്നു. ആളപായമില്ല. നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ വ്യവസായ യൂണിറ്റുകൾ മലിനീകരണം സൃഷ്ടിക്കുന്നുവെന്ന പരാതി ചീഫ് സെക്രട്ടറി അന്വേഷിക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ്. ട്രിബ്യൂണലിന്റെ ഇടപെടൽ. ലിബാസ്പൂർ ഗ്രാമത്തിലെ വ്യവസായ യൂണിറ്റുകൾക്കെതിരെയുള്ള പരാതി. അന്താരാഷ്ട്ര വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇറാഖ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായി കൂടിക്കാഴ്ച. മാർപ്പാപ്പ പങ്കെടുക്കുന്ന സർവ്വമത പ്രാർത്ഥന നാളെ. ഇറാഖിൽ ഒരു മാർപ്പാപ്പയുടെ സന്ദർശനം ഇതാദ്യം. ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. ഹവായിക്ക് പിന്നാലെ ന്യൂസിലൻഡും സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് തെക്കൻ പസഫിക് മേഖലയിൽ 8.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന്. ഹോങ്കോങ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ ഒരുങ്ങി ചൈന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇനി മുതൽ ബെയ്ജിംഗ് കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യണം. തീരുമാനം ബെയ്ജിംഗിൽ നടക്കുന്ന ചൈനയുടെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സമ്മേളനത്തിൽ. പോളാർ സിൽക്ക് റോഡ് നിർമ്മിക്കുമെന്ന് ചൈന. റോഡ് നിർമ്മാണത്തിലൂടെ ആർട്ടിക് അന്റാർട്ടിക് മേഖലകളിലെ വികസനത്തിന്റെ ഭാഗമാകും. ചൈനയുടെ 2021-25 പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പോളാർ സിൽക്ക് റോഡ് നിർമ്മാണം. അസ്ട്രാസെനേക്ക കോവിഡ് വാക്സിൻ കയറ്റുമതി റദ്ദാക്കിയ ഇറ്റലിയുടെ നടപടി അംഗീകരിച്ച് ഓസ്ട്രേലിയ. ഇറ്റലിയുടെ നീക്കം വാക്സിൻ ഡോസുകളുടെ അഭാവം മൂലമെന്ന് മനസ്സിലാക്കുന്നതായി ഓസ്ട്രേലിയ. തീരുമാനം പരിശോധിക്കണമെന്ന് യൂറോപ്യൻ കമ്മീഷനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിർണായക സേവന മേഖലകളിൽ നിന്ന് വനിതകളെ ഒഴിവാക്കാൻ തീരുമാനം. വർദ്ധിച്ചുവരുന്ന താലിബാൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികൾ പിൻവലിക്കണമെന്ന് താലിബാൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിരോധത്തിനായി ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തി ചൈന. ഈ വർഷത്തെ പ്രതിരോധ നീക്കിയിരിപ്പ് 6.8% ഉയർത്തി. ടോക്കിയോയിലെ അടിയന്തര കോവിഡ് നിയന്ത്രണങ്ങൾ മാർച്ച് 21 വരെ നീട്ടാൻ ജപ്പാൻ സർക്കാർ. റെസ്റ്റോറന്റുകളും ബാറുകളും 8 മണിയോടെ അടയ്ക്കാൻ നിർദ്ദേശം. 2 ആഴ്ച കൂടി നീട്ടിയത് ഈ മാസം 7 വരെ പ്രഖ്യാപിച്ചിരുന്ന നിയന്ത്രണങ്ങൾ. മ്യാൻമർ സൈന്യത്തിന്റെ 5 ചാനലുകൾ നീക്കി യൂട്യൂബ്. ചാനൽ കണ്ടന്റുകൾ യൂട്യൂബ് നിർദ്ദേശങ്ങൾക്ക് എതിരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. MRTV, മ്യാവാടി മീഡിയ, MWD, മ്യാൻമർ തുടങ്ങിയ ചാനലുകളാണ് നീക്കിയത്. ലോകത്താദ്യമായി മൃഗങ്ങളിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നടത്തി അമേരിക്ക. ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകിയത് സാൻഡിഗോ മൃഗശാലയിലെ കുരങ്ങുകൾക്ക്. ഡൊണാൾഡ് ട്രംപിനെതിരായി വിലക്ക് പിൻവലിക്കാനൊരുങ്ങി യൂട്യൂബ്. സൂചന നൽകിയ യൂട്യൂബ് CEO സൂസൻ വോജ്സിക്കി. ക്യാപിറ്റോൾ കലാപത്തിന് പിന്നാലെ ട്രംപിന്റെ ചാനലിന് യൂട്യൂബ് വിലക്ക് ഏർപ്പെടുത്തിയത് ജനുവരിയിൽ. ജനിതകമാറ്റമെന്ന ബ്രസീൽ കൊറോണ വൈറസ് വകഭേദത്തെ സിനോവാക് വാക്സിൻ പ്രതിരോധിക്കില്ലെന്ന് പഠനങ്ങൾ. ബ്രസീലിയൻ വൈറസ് വകഭേദത്തെ ചെറുക്കാൻ ആവശ്യമായ ആന്റിബോഡി സൃഷ്ടിക്കുന്നില്ലെന്ന് ഗവേഷകർ. ചൈനീസ് നിർമ്മിത കോവിഡ് പ്രതിരോധ വാക്സിനാണ് സിനോവാക്. ഡ്രൈവറെ വിട്ടുനൽകുന്ന പദ്ധതിയുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മൈ ഡ്രൈവർ പദ്ധതി വഴി 2000 കരാറുകൾ ഒപ്പിട്ടെന്ന അധികൃതർ. പ്രതിദിന സേവന നിരക്ക് 250 ദിർഹം. ഒമാനിൽ ഈ മാസം 20 വരെ രാത്രികാലങ്ങളിൽ കടകൾ അടച്ചിടാൻ ഉത്തരവ്. രാത്രി 8 മുതൽ പുലർച്ചെ 5 വരെ കടകൾ അടച്ചിടണമെന്ന് സുപ്രീം കമ്മിറ്റി. പെട്രോൾ പമ്പുകൾ, ഫാർമസികൾ, ആശുപത്രികൾ എന്നിവയ്ക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ്. ഖത്തറിലെ സ്കൂളുകളിലെ അധ്യാപകരും അനധ്യാപകരും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. വാക്സിൻ സ്വീകരിക്കാത്തവർ ആഴ്ചയിലൊരിക്കൽ പരിശോധന നടത്തണം. അല്ലാത്തവർ കോവിഡ് ബാധിച്ച് അവധിയിൽ പ്രവേശിക്കുന്ന കാലയളവിൽ ശമ്പളം നൽകില്ലെന്നും മുന്നറിയിപ്പ്.
ISL ആദ്യപാദ സെമിഫൈനൽ സ്പോർട്സ് വാർത്തകൾ. ISL ആദ്യപാദ സെമിഫൈനൽ മത്സരത്തിൽ ഇന്ന് FC ഗോവ മുംബൈ സിറ്റി FCയെ നേരിടും. മത്സരം രാത്രി 7:30 ഗോവ പറ്റോള സ്റ്റേഡിയത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് ജയം. ലിവർപൂളിനെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത ഒരു ഗോളിന്. മാസൺ മൗണ്ടാണ് ചെൽസിക്കായി വിജയ ഗോൾ നേടിയത്. ഐ ലീഗിൽ ഗോകുലം കേരള FC ഇന്ന് റൗണ്ട് ഗ്ലാസ് പഞ്ചാബിനെ നേരിടും. പോരാട്ടം രാത്രി 7 കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിൽ. ജില്ലാ വാർത്ത. തിരുവനന്തപുരം ബാലരാമപുരം കുടിവെള്ള പദ്ധതി വൈകുന്നു എന്ന് പരാതി. വേനൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്ന ആവശ്യം. മുടങ്ങിക്കിടക്കുന്നത് 40,000-ഓളം പേർക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുന്ന പദ്ധതി. വർക്കല പുന്നമൂട് മത്സ്യമാർക്കറ്റിൽ 200 കിലോ പഴകിയ മത്സ്യം പിടികൂടി. പരിശോധന നടത്തിയത് നഗരസഭ, ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റും. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം. നിർമ്മാണം 5.5 കോടി രൂപ ചെലവഴിച്ച്. പത്തനംതിട്ട ജില്ലയിൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ആരോഗ്യവകുപ്പ്. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇടുക്കി തൊടുപുഴ നഗരസഭാ പരിധിയിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്തു. നടപടി ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും തടസ്സമുണ്ടാകുന്ന സാഹചര്യത്തിൽ നീക്കം ചെയ്തത് നഗരസഭ, ആരോഗ്യ, എഞ്ചിനീയറിംഗ്, റവന്യൂ സംയുക്ത സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ കാട്ടുതീ വ്യാപകം. 100 കണക്കിന് ഹെക്ടർ വനഭൂമി കത്തിനശിച്ചു. കാട്ടുതീ പടരുന്നത് തടയാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നില്ല എന്ന പരാതിയുമായി നാട്ടുകാർ. യുവാവിനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി ഷാനവാസ് അറസ്റ്റിൽ. പത്തടിപ്പാലത്തെ ബാറിൽ നടന്ന ആക്രമണത്തിലെ പ്രതിയാണ് പിടിയിലായത്. സംഭവത്തിൽ ഇടപ്പള്ളി സ്വദേശി അമലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം ചടങ്ങ് മാത്രമായി നടത്താൻ തീരുമാനം. ഭരണിനാളിൽ ഭക്തർക്ക് ക്ഷേത്ര ദർശനം അനുവദിക്കില്ല. തൃപ്പൂണിത്തറ കോവിലകത്തെ വലിയ തമ്പുരാൻ നിയോഗിച്ച പാലക്കാവേലൻ കാവുതീട്ടു. തൃശൂർ പൂരം ചടങ്ങുകൾ സർക്കാരിന്റെ അനുമതിയോടെ നടത്താൻ തീരുമാനം. കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത്. ഏതൊക്കെ ചടങ്ങ് വേണമെന്നതിലടക്കം തീരുമാനം പിന്നീടുണ്ടാകും. 15 ആനകളെ ചടങ്ങിൽ പങ്കെടുപ്പിക്കണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാടൻ പതിപ്പിന് ഇന്ന് തിരശ്ശീല വീഴും. ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത് ആരംഭിച്ച മേളയാണ് കൊച്ചി, തലശ്ശേരി പതിപ്പുകൾക്ക് ശേഷം പാലക്കാട് സമാപിക്കുന്നത്. മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക സർവകലാശാലയുടെ ബിരുദദാന സമ്മേളനം ഈ മാസം 9, 10 തീയതികളിൽ നടക്കും. സമ്മേളനം നടക്കുക കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. ചടങ്ങിൽ 428 പണ്ഡിതർക്ക് ഹുദവി ബിരുദ പട്ടം നൽകുമെന്ന് ഭാരവാഹികൾ. മലപ്പുറത്ത് പാചകവാതക വില വർധനവിന് എതിരെ തെരുവിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ച് കേന്ദ്രസേന. നടപടി തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി. കേന്ദ്രസേനയെ വിന്യസിച്ചത് ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷബാധിത പ്രദേശങ്ങൾ. പൊന്നാനി ചമറവട്ടം മത്സ്യമാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും നഗരസഭ ആരോഗ്യ വിഭാഗവും സംയുക്ത പരിശോധന നടത്തി. 4 സ്റ്റാളുകളിൽ നിന്നായി 10 കിലോയോളം ഫോർമാലിൻ ചേർത്ത മത്സ്യങ്ങൾ പിടികൂടി. മലപ്പുറം കരുളായി ആദിവാസി കോളനിയിൽ പച്ചക്കറികൾ വിളയിക്കുന്നതിനായി കമ്മ്യൂണിറ്റി നഴ്സറി തുടങ്ങി. വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കോളനികളിലൂടെ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. കോവിഡ് പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ആവശ്യവുമായി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച വെൽഫെയർ ഫോറം മലപ്പുറം ജില്ലാ കമ്മിറ്റി. വിമാനത്താവള പരിസരത്ത് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി. വയനാട് മേപ്പാടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം നടന്നു. മേപ്പാടി പോലീസ് ഇൻസ്പെക്ടർ MB ആസാദ്, സബ് ഇൻസ്പെക്ടർ VP സിറാജ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംഘടിപ്പിക്കാൻ തീരുമാനം. വയനാട് പനമരത്ത് വയോധിക താമസിച്ചിരുന്ന ഷെഡിൽ തീപിടുത്തം. കണിയാമ്പറ്റ കൊല്ലിവയലിൽ കാളിയുടെ ഷെഡിനാണ് തീപിടിച്ചത്. ഷെഡ് പകുതിയോളം കത്തിനശിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങി. വയനാട്ടിൽ കേരള ടിംബർ മർച്ചന്റ് ആൻഡ് സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ സംയുക്ത സമരസമിതി DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധം മരം നീക്കം തടയുന്നത് അവസാനിപ്പിക്കുക, ബഫർ സോൺ വിജ്ഞാപനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. കോഴിക്കോട് കുന്നമംഗലം 220 kV സബ്സ്റ്റേഷൻ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 30 കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് നിർമ്മാണം.
കോഴിക്കോട് ജില്ലയിലെ പ്രശ്നബാധിത മേഖലകളിൽ അർദ്ധസൈനിക വിഭാഗം പോലീസും സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. നടപടി തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി. മാഹിയിൽ 18 കിലോ സ്വർണം പിടികൂടി. പൂഴിത്തല ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്വർണം പിടികൂടിയത്. പിടിച്ചെടുത്തത് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച 9 കോടിയോളം രൂപയുടെ സ്വർണം. കണ്ണൂർ ജില്ലയിൽ വോട്ടെടുപ്പിന് എത്തിച്ചേരാൻ സാധിക്കാത്ത അവശ്യ സർവീസ് ജീവനക്കാർക്ക് പോസ്റ്റൽ സംവിധാനം ഉപയോഗിക്കാമെന്ന് ജില്ലാ കളക്ടർ. പോസ്റ്റൽ ബാലറ്റ് ആവശ്യമുള്ളവർ നോഡൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ റിട്ടേണിംഗ് ഓഫീസർക്ക് ഈ മാസം 17 മുൻപ് സമർപ്പിക്കണം. കണ്ണൂരിൽ നാടൻ തോക്കുകളും തിരകളുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചവനപ്പുഴ സ്വദേശികളായ അനിൽ, എം വിജയൻ എന്നിവർ. കാസർഗോഡ് മലയോര മേഖലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. രോഗപകർച്ച തടയാനുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊള്ളണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഫ്ളൈ ഓവറിന്റെ മണ്ണ് പരിശോധനാ നടപടികൾ ആരംഭിച്ചു. നഗരത്തിലെ ഗതാഗത കുരുക്ക് തടയുന്നതിനായി ഫ്ളൈ ഓവർ സ്ഥാപിക്കുന്നത് കോട്ടച്ചേരി സ്മൃതി മണ്ഡപം മുതൽ ഇക്ബാൽ റോഡ് ജംഗ്ഷൻ വരെ 1.5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ. കാസർഗോഡ് ജില്ലയിൽ സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കുന്നതിനായി വീഡിയോ സർവൈലൻസ് ടീം രൂപീകരിച്ചു. ഉദ്യോഗസ്ഥനും വീഡിയോഗ്രാഫറും ഉൾപ്പെടെയുള്ളവർ ടീമിൽ. മണ്ഡലങ്ങളിലെ പൊതുറാലികളുടെ വീഡിയോ അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർ നിരീക്ഷിക്കും. കാസർഗോഡ് അമ്പലത്തുകര കാഞ്ഞിരപ്പൊയിൽ റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ടാപ്പിംഗ് പരിശീലന ക്യാമ്പ് നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C പ്രഭാകരൻ. സംഘടിപ്പിച്ചത് 8 ദിവസത്തെ പരിശീലന ക്യാമ്പ്. മമ്മൂട്ടി മുഖ്യമന്ത്രി കഥാപാത്രമായി എത്തുന്ന വണ്ണിൽ പ്രതിപക്ഷ നേതാവായി മുരളി ഗോപി. മാരമ്പള്ളി ജയാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കഥാപാത്രത്തെയാണ് മുരളി ഗോപി അവതരിപ്പിക്കുന്നത്. മുരളി ഗോപിയുടെ ജന്മദിനത്തിൽ മമ്മൂട്ടിയാണ് വൺ സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടത്. സുരേഷ് ഗോപിയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യുന്ന പാപ്പനിലെ നായക കഥാപാത്രത്തിന്റെ ലുക്ക് പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ഏറെക്കാലത്തിന് ശേഷം പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി തിരിച്ചെത്തുന്ന ചിത്രമാണ് പാപ്പൻ. ചിത്രത്തിൽ മാത്യൂസ് പാപ്പൻ IPS എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെച്ച് വിവാദമായ സിനിമ വർത്തമാനം തിയേറ്ററിലേക്ക്. ഈ മാസം 12-ന് രാജ്യത്തിനകത്തും പുറത്തുമായി 300ഓളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ആര്യടൻ ഷൌക്കത്ത്. പുതുച്ചേരിയിൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന MLAക്ക് നേരെ ആക്രമണമെന്ന പേരിൽ വ്യാജ പ്രചാരണം വ്യാജമെന്നും പ്രചരിക്കുന്ന ചിത്രം പുതുച്ചേരിയിലെ ഒരു ഫാർമ യൂണിറ്റ് വിപുലീകരണവുമായി ബന്ധപ്പെട്ട അദാലത്തിലുണ്ടായ സംഘർഷത്തിന്റേതാണെന്നും BJP പുതുച്ചേരി യൂണിറ്റ്. വാക്സിൻ എടുക്കാനുള്ള രജിസ്ട്രേഷനായി കോവിൻ ആപ്പ് സൗകര്യം ഉപയോഗിക്കാമെന്ന തരത്തിൽ വ്യാജവാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ വാക്സിൻ പെട്ടെന്ന് ലഭിക്കുമെന്ന തരത്തിലുള്ള വാർത്തയുടെ വാസ്തവത്തിലേക്ക്. രാജ്യത്ത് കോവിഡ് വാക്സിനേഷന്റെ 2ാം ഘട്ടം പുരോഗമിക്കവേ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പ്രചരിക്കുകയാണ്. സമൂഹമാധ്യമങ്ങളിൽ വാക്സിനേഷന്റെ പേരിൽ നിരവധി വ്യാജ പോസ്റ്റുകളും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. കോവിൻ ആപ്പ് സൗകര്യം ഉപയോഗിച്ച് വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാമെന്നും ആപ്പ് വഴി വാക്സിനേഷന് രജിസ്റ്റർ ചെയ്താൽ വാക്സിൻ പെട്ടെന്ന് ലഭിക്കുമെന്നുമാണ് പ്രചരണം. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ രംഗത്തെത്തിയിട്ടുണ്ട്. വാക്സിൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് കോവിൻ എന്ന പേരുള്ള പോർട്ടൽ അഥവാ വെബ്സൈറ്റിൽ കൂടിയാണ്. എന്നാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കോവിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അതുവഴി വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാമെന്നത് തികച്ചും വ്യാജമാണ്. ഗുണഭോക്താക്കൾക്കായി ഇതുവരെയും കേന്ദ്ര സർക്കാർ കോവിൻ ആപ്പ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. പകരം കോവിൻ പോർട്ടൽ വഴി പൊതുജനങ്ങൾക്ക് വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. തീയണയ്ക്കാൻ 10 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ശ്രമം തുടരുന്നു. കൂടുതൽ യൂണിറ്റുകൾ വേണ്ടിവരുമെന്ന് ഫയർഫോഴ്സ്. കോലഞ്ചേരി കടയിരിപ്പിന് സമീപം ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. ബസ് ഡ്രൈവറുടെ നില ഗുരുതരം. പരിക്ക് പറ്റിയവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഈ മാസം 9-ന് നന്ദിഗ്രാം സന്ദർശിക്കുമെന്നും 10-ന് നാമനിർദ്ദേശ പത്രിക നൽകുമെന്നും മമതാ ബാനർജി. പിന്തുണ പ്രഖ്യാപിച്ച തേജസ്വി യാദവ്, അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ, ശിവസേന എന്നിവർക്ക് നന്ദി അറിയിച്ച് മമത. 5 കോൺഗ്രസ് MLAമാരുടെ സസ്പെൻഷൻ പിൻവലിച്ച് ഹിമാചൽ പ്രദേശ് നിയമസഭ. പ്രതിപക്ഷ നേതാവ് മുകേഷ് അഗ്നിഹോത്രി ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മാസം 26-ന് ഗവർണർ ബന്ദാരു ദത്താത്രേയയെ തടയാൻ ശ്രമിച്ചതിന്. പ്രിയങ്ക ഗാന്ധിയെ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം. കോൺഗ്രസ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിൽ ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് MP കാർത്തി ചിദംബരം.
Number 1 Election Channel 24.